പ്രിയ സഹോദരങ്ങളെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ നോമ്പിൻ്റെ പരിശുദ്ധമായ കാലഘട്ടത്തിൽ ഇന്നു നാം പ്രവേശിച്ചിരിക്കുന്നത് മൂന്നാം ഞായറാഴ്ചയിലേക്കാണ്. വിശുദ്ധ സഭ ഇന്നത്തെ സുവിശേഷ വായനയായി നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനമാണ്. ആ തിരുവചന പ്രകാരം നമുക്ക് അല്പനേരം ധ്യാനിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവിടെ ഇപ്രകാരമാണ് നാം കാണുന്നത്: ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്രകാരമാണ് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം വീട് നിറഞ്ഞു. കഫർന്നഹൂമിലെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ അവിടെ നിറഞ്ഞു. വാതിൽക്കൽ പോലും ഇടമില്ലാത്ത, ഇതൊരു വീടല്ല, അത് സഭയുടെ രൂപമാണ്. ഇന്ന് നാം ദേവാലയത്തിൽ ഒന്നിക്കുന്നു, സഭയിൽ ഒന്നിക്കുന്നു. എന്നാൽ ഒരു ചോദ്യമുണ്ട് അവിടെ: എൻ്റെ ഹൃദയം യേശുവിന് ഇടം കൊടുക്കുന്നുണ്ടോ? അവൻ വസിക്കുവാൻ എൻ്റെ ഉള്ളം ഒരുക്കമാണോ? യേശു തമ്പുരാന്റെ സാന്നിധ്യം ഉള്ളിടത്ത് തിരക്കുണ്ടാകും, ആത്മീയ ഉണർവുണ്ടാകും. ഈ വിശുദ്ധ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ ഹൃദയമാകുന്ന വീട് ശുദ്ധമാക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 4 പേർ, അതൊരു മധ്യസ്ഥതയുടെ, ഒരു പ്രാർത്ഥനയുടെ ശക്തിയാണ്. അവർ അവിടെ 4 പേരുണ്ടായിരുന്നു. അവർ 4 പേരാണ് ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് യേശു തമ്പുരാന്റെ അടുക്കൽ കൊണ്ടുവന്നത്. ഒരു പക്ഷപാതക്കാരൻ നടക്കുവാൻ പോലും കഴിയില്ല, സംസാരിക്കുവാൻ പോലും കഴിയാതെ ഉണ്ടായിരിക്കാം. പക്ഷേ അവന് 4 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മഹത്തായ ആത്മീയ സന്ദേശമുണ്ട്. നമ്മെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നവർ ഉണ്ടായിരിക്കണം. ഒരാളുടെ വിശ്വാസം മറ്റൊരാളുടെ രക്ഷയ്ക്ക് വഴിയൊരുക്കും. ഈ 2 മഹത്തായ ആത്മീയ സന്ദേശം നാം ആ വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്. നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും സഭയുടെ ഇടപെടലും നമ്മെ ഉയർത്തും. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്നാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഇന്ന് നമുക്ക് ചോദിക്കാം,
ഞാൻ ആരുടെ ഭാരം ചുമക്കുന്നു? എൻ്റെ പ്രാർത്ഥനയിൽ എത്ര പേരുണ്ട്? ഇവിടെ മഹത്തായ ഒരു വിശ്വാസം നാം കാണുന്നുണ്ട്. മേൽക്കൂര പൊളിച്ച വിശ്വാസം. വാതിൽക്കൽ ഇടമില്ല, തടസ്സം, തിക്ക് തിരക്ക്, എന്നിരുന്നാലും അവർ പിന്മാറിയില്ല. അവർ മേൽക്കൂര പൊളിച്ചു. ഇത് അനുസരണക്കേടല്ല, അവിവേകവുമല്ല. ഇത് വിശ്വാസത്തിൻ്റെ ധൈര്യം. ആ ഒരു സമീപനമാണ് ആ 4 സുഹൃത്തുക്കൾ അവിടെ ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും മേൽക്കൂരകൾ ഉണ്ടാവാം. അഭിമാനം, പാപശീലങ്ങൾ, നിരാശ, ആത്മീയ മടുപ്പ്. ഈ വിശുദ്ധ നോമ്പ് എന്നത് ഈ മേൽക്കൂരകൾ പൊളിക്കുന്ന ഒരു കാലമായി തീരണം. യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്നാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ അരികിലേക്ക് എത്തപ്പെടുവാൻ ചിലപ്പോൾ കണ്ണുനീരും പരിശ്രമവും ഉപവാസവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായേ തീരും. യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടു. ശ്രദ്ധിക്കുക, സുവിശേഷം പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടു എന്നാണ്. കർത്താവ് കണ്ടത് പക്ഷപാതക്കാരന്റെ വിശ്വാസം മാത്രമല്ല, അവരുടെ വിശ്വാസം. ഇത് പരിശുദ്ധ സഭയുടെ ഒരു വലിയ രഹസ്യമാണ്. രക്ഷ വ്യക്തിപരമല്ലെങ്കിലും വിശ്വാസം സമൂഹപരമാണ്. നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. അത്ഭുതം നടക്കുവാൻ ക്ഷമയാണ് ആദ്യം. എല്ലാവരും പ്രതീക്ഷിച്ചത് കർത്താവ് പക്ഷപാത രോഗിയോട് എഴുന്നേൽക്കുക എന്ന് ആദ്യം പറയുമെന്നായിരിക്കാം. പക്ഷേ കർത്താവ് ആദ്യം പറഞ്ഞത്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ആമേൻ. എന്തുകൊണ്ട്? നാം ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് കർത്താവ് ആദ്യം അവനോട് മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുവാൻ കാരണം? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം ആത്മാവിന്റെ രോഗം ശരീരത്തേക്കാൾ വലിയതാണ്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചു വെച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ നോമ്പ് നമ്മെ ഒരു കുംഭസാരത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ക്ഷമ സ്വീകരിക്കുന്ന ഒരു ഹൃദയം, അതാണ് യഥാർത്ഥ സൗഖ്യം. ഈ തിരുവചന ധ്യാനത്തിലെ ആത്മീയ പാഠങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, വിശ്വാസം പ്രവൃത്തിയോടുകൂടി ആയിരിക്കണം. പ്രാർത്ഥനയിൽ നാം മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തുക. തടസ്സങ്ങളുണ്ടെങ്കിലും പിന്മാറരുത്. ആദ്യം ആത്മാവിനെ സൗഖ്യമാക്കുക. ഈ 4 ആത്മീയ പാഠങ്ങളാണ് ഇന്നത്തെ ഈ ധ്യാന തിരുവചനത്തിൽ നമുക്കായി ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആരെങ്കിലും പക്ഷപാതക്കാരനായ ആ രോഗിയെ പോലെ പാപത്തിൽ, നിരാശയിൽ, പ്രാർത്ഥനയിൽ, മടുപ്പിൽ, കർത്താവ് പറയുന്നു, മകനെ, മകളെ, അവൻ നമ്മെ കുറ്റവാളികളായി കാണുന്നില്ല, തൻ്റെ മക്കളായി കാണുന്നു. ഈ വിശുദ്ധ നോമ്പ് നമ്മെ ക്ഷമയുടെ അനുഭവത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ വിശ്വാസം മേൽക്കൂര പൊളിക്കുന്നതാകട്ടെ. നമ്മുടെ പ്രാർത്ഥന
മറ്റൊരാളെ യേശുവിലേക്ക് കൊണ്ടുവരട്ടെ. ആമേൻ. നമുക്ക് അല്പസമയം നമ്മുടെ കണ്ണുകൾ അടച്ച് നാം കേട്ട വചനപ്രകാരം ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, കഫർന്നഹൂമിലെ വീട്ടിൽ നീ പാർത്തിരുന്നപ്പോൾ 4 പേരുടെ വിശ്വാസം കണ്ട് പക്ഷപാത രോഗിയോട് പറഞ്ഞ വാക്കുകൾ ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്നു. മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. കർത്താവേ, ആ പക്ഷപാത രോഗിയെ പോലെ ഞാനും ആത്മാവിൽ പക്ഷപാതക്കാരനാണ്. നടക്കേണ്ടുന്ന വഴിയിൽ നടക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് മടിച്ചു, നിനക്കായി ജീവിക്കേണ്ട ജീവിതത്തിൽ വീണപ്പോൾ ഞാൻ തമ്പുരാനെ നിന്നെ വിളിക്കുന്നു. ഇപ്പോൾ എൻ്റെ പാപങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ മേൽക്കൂരയായി മാറിയിരിക്കുന്നു. അഭിമാനം, അസൂയ, ക്രോധം, അനുസരണക്കേട് ഇവയെല്ലാം നിന്നിലേക്കുള്ള വഴിയെ തടഞ്ഞിരിക്കുന്നു. കരുണയുള്ള യേശുവേ, നീ അവരുടെ വിശ്വാസം കണ്ടതുപോലെ ഇന്ന് എൻ്റെ കണ്ണുനീർ കാണണമേ. എൻ്റെ അനുതാപം സ്വീകരിക്കണമേ. എൻ്റെ അകൃത്യം ഞാൻ നിന്നോട് സമ്മതിച്ചു. നീ എൻ്റെ പാപം മോചിച്ചു. കർത്താവേ, എൻ്റെ പാപങ്ങളെ മറച്ചു വയ്ക്കാതെ നിന്റെ മുൻപിൽ തുറന്ന് സമ്മതിക്കുവാനുള്ള ഒരു ധൈര്യം തരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ മേൽക്കൂര പൊള്ളിച്ച് നിന്റെ കൃപയുടെ വെളിച്ചം അതിൽ നിറയട്ടെ. നീ എന്നെ കുറ്റക്കാരനെന്നല്ല, മകനെ എന്ന് വിളിക്കുന്ന ഒരു പിതാവാണ്. ആ വിളി എൻ്റെ ആത്മാവിനെ ഉയർത്തട്ടെ. നിന്റെ ക്ഷമയുടെ വാക്ക് എൻ്റെ ഉള്ളത്തെ പുതുക്കട്ടെ. ഈ വിശുദ്ധ നോമ്പ് കാലങ്ങളിൽ എൻ്റെ ആത്മാവിൻ്റെ പക്ഷാഘാതം തമ്പുരാനെ നീക്കിത്തരണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തെ പുതുക്കണമേ. എൻ്റെ ഉള്ളം നിന്റെ വാസസ്ഥലമാക്കണമേ. കരുണയുള്ളവനായ കർത്താവേ, നിന്റെ കൃപയാൽ എന്നെ എഴുന്നേൽപ്പിക്കണം. ക്ഷമയുടെ വാക്ക് വീണ്ടും കേൾപ്പിക്കണം. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന വാക്ക്, ആ വാക്കിൽ ഞാൻ പുതുജീവൻ കണ്ടെത്തട്ടെ. ആ വാക്കിനാൽ ഞാൻ സമാധാനം അനുഭവിക്കട്ടെ. ആ വാക്കിനാൽ ഞാൻ രക്ഷ നേടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നന്ദി.